സുഹൃത്തുക്കളെ, നിങ്ങൾ പുതിയ GST രജിസ്ട്രേഷൻ്റെ പുതിയ റൂള് കണ്ടോ? പുതിയൊരു റൂൾ വന്നിട്ടുണ്ട്. എന്താണ്? അതായത് നൗ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ഇൻ യുവർ ഹോം സ്റ്റേറ്റ് ഈസ് പോസിബിൾ വെൻ യു ഡു GST രജിസ്ട്രേഷൻ ഇൻ അനദർ സ്റ്റേറ്റ്. നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലാണ് നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ, അതായത് മറ്റേതെങ്കിലും സ്റ്റേറ്റിലാണ് നിങ്ങളുടെ കമ്പനി റൺ ചെയ്യുന്നതും നിങ്ങൾ താമസിക്കുന്നത് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ കൂടിയും നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത് ആ സ്റ്റേറ്റിനകത്ത് നിങ്ങൾക്ക് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ പോസിബിൾ ആകുന്നു. മുന്നേ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ കമ്പനി നടത്തപ്പെടുന്നത് ആ സ്റ്റേറ്റിൽ മാത്രമേ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ പോസിബിൾ ആയിരുന്നുള്ളൂ. ഇപ്പോൾ ആ റൂള് മാറ്റി പുതിയ അപ്ഡേഷനുമായിട്ടാണ് GST രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൂടുതലായിട്ട് അലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേക്കായിട്ടുള്ള രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഗവൺമെൻറ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ നടപ്പിലാക്കിയത്. അതുവഴി കമ്പനിയുടെ ഒഫീഷ്യൽസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും അതുവഴി ഫ്രോഡ് തടയാനും സാധിക്കും. ഇനി മുതൽ ബിസിനസ്സുകാരന് ഓടി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് GST രജിസ്ട്രേഷൻ എടുക്കാം. ഓടി നടക്കണ്ട. നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഈസി ആയിട്ട് നടപ്പിലാക്കാവുന്നതാണ്. അടുത്ത സ്റ്റേറ്റിൽ പോയി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതുമാണ്.